Hello guys, welcome to Answers Views. ഇന്ന് നമ്മളിവിടെ Realme 7 എന്നുള്ള ഫോണിൻ്റെ അൺബോക്സിങ്ങും അതുപോലെ തന്നെ അത് ഏകദേശം 2-3 ദിവസം ഞാൻ ഉപയോഗിച്ചു. അതിൽ എനിക്ക് ഫസ്റ്റ് ഇംപ്രഷനായിട്ട് എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ കൂടുതലൊന്നും പറയാതെ നമുക്ക് നേരെ അൺബോക്സിങ്ങിലേക്ക് കടക്കാം. Realme 7 ബോക്സ് നമ്മൾ നോക്കുമ്പോൾ സൽമാൻ ഖാൻ്റെ ഒരു പിക്ചർ കാണാൻ സാധിക്കുന്നുണ്ട്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം വരുന്നത്. ഏതായിരുന്നാലും ബാക്ക് സൈഡിലേക്ക് പോയാൽ ഇതിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് കാണാൻ സാധിക്കും. അതായത് സോണിയുടെ 64 മെഗാ പിക്സൽ കോഡ് ക്യാമറ യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ Helio G95 എന്നുള്ള പുതിയ ഒരു മീഡിയാടെക്കിൻ്റെ ഒരു പ്രൊസസ്സർ യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 30 വാട്ട് ഡാറ്റ് ചാർജർ ഉപയോഗിച്ചിട്ടുണ്ട്, ഫാസ്റ്റ് ചാർജിങ് ടെക്നോളജി. അതുപോലെ തന്നെ നാലാമതായിട്ട് ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് ഇതിൻ്റെ റീഫ്രഷ് റേറ്റ് 90 ഹെർട്സ് ഉള്ള അങ്ങനത്തെ ഒരു ഡിസ്പ്ലേ ആണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഓക്കെ, താഴേക്ക് പോയാൽ ഞാനിവിടെ ഓർഡർ ചെയ്തേക്കുന്ന കളറ് മിസ്റ്റ് വൈറ്റ് എന്നുള്ളൊരു കളറാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ സാർ വാല്യൂ അവിടെ കൊടുത്തേക്കുന്നുണ്ട്. ഹെഡ് സാർ വാല്യൂ 0.990 വാട്ട് പെർ കിലോഗ്രാം ആണ്. അതുപോലെ തന്നെ ബോഡി സാർ വാല്യൂ 0.934 ആണ് വാട്ട് പെർ കിലോഗ്രാം. അതായത് ലിമിറ്റിംഗ് വാല്യൂ 1.6 എന്നുള്ളതാണ്. അതിലും താഴെയുള്ള വാല്യൂ ആണ്, പ്രശ്നമൊന്നുമില്ല. പിന്നെ അതേപോലെ തന്നെ ഞാനിവിടെ ഓർഡർ ചെയ്തേക്കുന്ന വേരിയൻറ്റ് 6GB റാം 128GB ഇൻറ്റർ മെമ്മറി ഉള്ള വേർഷനാണ്. അതുപോലെ തന്നെ ഫോണിൻ്റെ സൈഡിലേക്ക് പോയാൽ MRP കൊടുത്തേക്കുന്നത് കാണാൻ സാധിക്കും. 17,999 രൂപ എന്നാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ആക്ച്വൽ പ്രൈസ് 14,999 രൂപയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഹയർ വേരിയൻ്റ് ഉണ്ട്, 8GB റാം 128GB ഇൻറ്റർ മെമ്മറി ഉള്ള വേർഷൻ. അതിൽ വരുന്നത് 16,999 രൂപയാണ് വില വരുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് MRP കുറിച്ചൊക്കെ പറയാനുള്ളത്. ഇനി നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്തിട്ട് അകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്കൊരു ചെറിയ വൈറ്റ് ബോക്സ് ആണ് കാണാൻ സാധിക്കും. അത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ തന്നെ ഫസ്റ്റ് പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടും. അതിലൊരു ഇമ്പോർട്ടൻറ്റ് പേപ്പർ ഉണ്ട്, അതായത് TUV റെയിൻലാൻഡിൻ്റെ സ്മാർട്ട് ഫോൺ റിലയബിലിറ്റി വെരിഫിക്കേഷൻ കാർഡാണ്. എല്ലാ പ്രോഡക്റ്റുകളും അത് ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ റിലയബിലിറ്റി ഒക്കെ ചെക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. വളരെ പണ്ട് കാലത്ത് മുതലുള്ള ഒരു സ്ഥാപനമാണ്. അപ്പോൾ ഈ TUV റെയിൻലാൻഡിൻ്റെ വെരിഫിക്കേഷൻ Realme 7ഉം 7 Proയ്ക്കും കൊടുത്തിട്ടുണ്ട് എന്നാണ് അതിൽ കാണിച്ചേക്കുന്നത്. ഏതായിരുന്നാലും നല്ല കാര്യം തന്നെ, കുറച്ചൊരു ക്വാളിറ്റി ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കാര്യമാണ്. ഇത് മാറ്റി നിർത്തിയിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് സാധാരണ കണ്ടുവരുന്ന പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. പിന്നെ അതേപോലെ തന്നെ ഒരു TPU ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ഫ്ലെക്സിബിൾ ബാക്ക് കവറും കാണാൻ സാധിക്കും. നല്ല ഒരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് ഇതിലേക്ക് വരാം. പിന്നെ അടുത്തായിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു സിം ഇജക്ടർ പിന്നും കാണാൻ സാധിക്കും. ഇനി നമ്മൾ ഇത് മാറ്റി നിർത്തിയിട്ട് നോക്കുകയാണെങ്കിൽ Realme 7 എന്നുള്ള ഡിവൈസ് കാണാൻ സാധിക്കും. അതെടുത്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ബാക്കിൽ ആ ഒരു മിസ്റ്റ് വൈറ്റ് കളറിൻ്റെ ആ ഒരു ഫിനിഷ് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ തൊട്ട് നോക്കിയാലൊക്കെ ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള ഒരു മാറ്റ് ഫിനിഷിലാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ബോഡി എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് ബോഡിയാണ് വരുന്നത്. നമുക്ക് നല്ലൊരു പ്രീമിയം ഫീൽ ചെയ്യുന്നുണ്ട്. എല്ലാ ഇപ്പോഴുള്ള ഫോണുകളും വരുന്ന അതേപോലെ തന്നെയാണ് വരുന്നത്. ഈ റേഞ്ചൊക്കെ ഉള്ള അത്യാവശ്യം പ്രീമിയം ഫീൽ ചെയ്യുന്ന രീതിയിലാണ് വരാറുള്ളത്. ഇവിടെയും കാര്യമായിട്ട് മാറ്റമൊന്നുമില്ല. പിന്നെ ക്യാമറ ഹമ്പ് കുറച്ചൊരു നല്ല രീതിയിൽ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിലാണ് ഉള്ളത്. പിന്നെ ഫോൺ പിടിക്കാനൊക്കെ നല്ല കംഫർട്ടബിൾ ആണ്. അതേപോലെ തന്നെ നമുക്ക് ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ പ്രീ അപ്ലൈഡ് സ്ക്രീൻ ഗാർഡ് ഉണ്ട്. അതായത് നോർമൽ പ്ലാസ്റ്റിക് സ്ക്രീൻ ഗാർഡാണ്, ഗ്ലാസ് ടൈപ്പ് അല്ല. ഓക്കെ, ഇനി നമുക്ക് ഡിവൈസിലേക്ക് വരാം. അടുത്തായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ചാർജിങ് ബ്രിക്ക് കാണാൻ സാധിക്കും. അതായത് 30 വാട്ട് ഡാറ്റ് ചാർജറാണ് വരുന്നത്. അതായത് 5 വോൾട്ട് 6 ആംപിയർ ഇങ്ങനത്തെ കോൺഫിഗറേഷൻ ആണ് ഇത് വരുന്നത്. പിന്നെ ലാസ്റ്റ് ആയിട്ട് നമുക്കൊരു ചാർജിങ് കേബിൾ അല്ലെങ്കിൽ USB Type C കേബിൾ കാണാൻ സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് ഈ Realme 7 എന്നുള്ള ഡിവൈസിലേക്ക് വരാം. അതിനടുത്ത് നിന്ന് കാണാം. അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് ഏറ്റവും ടോപ്പിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ ഇയർ പീസ്, പിന്നെ അതുപോലെ തന്നെ സെൻസേഴ്സ് കാണാൻ സാധിക്കും. പിന്നെ ഒരു 16 മെഗാ പിക്സൽ ഇൻ ഡിസ്പ്ലേ ക്യാമറ കാണാൻ സാധിക്കും. ഈ ഒരു ക്യാമറയുടെ സ്പെസിഫിക്കേഷൻ നോക്കുമ്പോൾ സോണിയുടെ 471 എന്നുള്ളൊരു സെൻസറാണ്. അതായത് ഒരുപാട് റിയൽമി ഫോണുകളിലും OnePlus ഫോണുകളിലൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരു ഫ്രണ്ട് ക്യാമറ സെൻസർ തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സെൻസറാണ്. ഇതിൻ്റെ അപ്പർച്ചർ വാല്യൂ f2.1 ആണ്. പിന്നെ ഇതിന് താഴെയായിട്ട് നമുക്ക് 6.5 ഇഞ്ച് സൈസുള്ള IPS LCD ഡിസ്പ്ലേ കാണാൻ സാധിക്കും. ഫുൾ HD+ റെസൊല്യൂഷനാണ്. അതുപോലെ തന്നെ 90 ഹെർട്സ് റിഫ്രഷ് റേറ്റ് ഉള്ളൊരു പാനലാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇതിന് Gorilla Glass 3 പ്രൊട്ടക്ഷനും വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഫോണിൻ്റെ താഴ് ഭാഗത്തേക്ക് പോയാൽ ഒരുപാട് ഫോണുകളിൽ കണ്ടുവരുന്ന അതേ ഒരു കാര്യങ്ങളാണ്. അതായത് ആദ്യം തന്നെ 3.5mm ഓഡിയോ ജാക്ക്, പിന്നെ പ്രൈമറി മൈക്ക്, Type C പോർട്ട്, പിന്നെ അതേപോലെ തന്നെ സ്പീക്കറും കാണാൻ സാധിക്കും. ഇനി ബാക്കിലോട്ട് പോയാൽ നമുക്ക് ആ ഒരു മിസ്റ്റ് വൈറ്റ് ഫിനിഷ് കാണാൻ സാധിക്കും. പ്ലാസ്റ്റിക് ബോഡിയാണ്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ലൊരു മാറ്റ് ഫിനിഷിലാണ്, പക്ഷെ നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു മാറ്റ് ഫിനിഷാണ് വന്നിരിക്കുന്നത്. റിയൽമിയുടെ ഒരു ലോഗോ കാണാൻ സാധിക്കും. പിന്നെ നമുക്ക് ഈ ബാക്കിലൊരു ഡിസൈൻ നോക്കുമ്പോൾ ഒരു ചെറിയൊരു ഗ്രേഡിയൻറ്റ് ഡിസൈൻ വരുന്നുണ്ട്.
അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഭാഗത്ത് കുറച്ച് മാറ്റ് കൂട്ടിയിട്ട് മറ്റൊരു ഭാഗത്ത് മാറ്റ് ഫിനിഷ് കുറച്ചൊന്ന് കുറച്ചിട്ട് ഇങ്ങനെ മാറ്റ് ഫിനിഷിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ ഉള്ള ഒരു ഡിസൈന് ബാഗിൽ കാണാൻ സാധിക്കും. പിന്നെ നമുക്ക് മുകളിലേക്ക് പോയി നോക്കിയാൽ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഒന്നും ഇവിടെ ഇല്ല. നമുക്ക് മുകളിലേക്ക് പോയാൽ ക്യാമറ മൊഡ്യൂളാണ് കാണാൻ സാധിക്കും. ക്യാമറ മൊഡ്യൂൾ കുറച്ചൊരു അത്യാവശ്യം പ്രൊട്രൂഡായിട്ടുള്ള കുറച്ചൊരു തള്ളി നിൽക്കുന്ന രീതിയിലാണ് ക്യാമറ മൊഡ്യൂൾ വരുന്നിരിക്കുന്നത്. ഇതിലെ കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ആദ്യം തന്നെ 64 മെഗാ പിക്സൽ സോണി IMX682 എന്നുള്ള ഒരു സെൻസറാണ് കാണാൻ സാധിക്കുക. ഇതിൻ്റെ അപ്പർച്ചർ വാല്യൂ f1.8 ആണ്. അതേപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ ക്യാമറ 8 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ, ഏകദേശം 119 ഡിഗ്രി വൈഡ് ആയിട്ടുള്ള ഷോട്ട് തരാൻ പറ്റുന്ന ക്യാമറ കാണാൻ സാധിക്കും. നോർമൽ കണ്ടുവരുന്ന രീതി തന്നെയാണ്, പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. പിന്നെ മൂന്നാമത്തെ ക്യാമറ നമുക്ക് 2 മെഗാ പിക്സൽ അൾട്രാ മാക്രോ മോഡ്, അതായത് 4 സെൻറ്റിമീറ്റർ ഫിക്സ്ഡ് ഫോക്കസ് ആയിട്ടുള്ള ഒരു ക്യാമറ ആണ്. പിന്നെ നാലാമതായിട്ട് ഒരു മോണോക്രോം പോർട്രേറ്റ് സെൻസർ എന്നാണ് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ ഒരു LED ഫ്ലാഷും കാണാൻ സാധിക്കും. ഇനി നമുക്ക് ഫോണിൻ്റെ ടോപ്പ് സൈഡിലേക്ക് പോയാൽ കാര്യമായിട്ട് ഒന്നും തന്നെ ഇവിടെ ഇല്ല. അപ്പോൾ സെക്കൻഡറി നോയിസ് ക്യാൻസലേഷൻ മൈക്ക് ഇല്ല എന്നാണ് നമുക്ക് ഒറ്റ നോട്ടം നോക്കിയാൽ. പക്ഷേ ഞാൻ കോൾ ചെയ്തപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു രീതിയിലൊന്നുമില്ല. ഒരു സെക്കൻഡറി നോയിസ് ക്യാൻസലേഷൻ മൈക്ക് ഉള്ള പോലെയാണ് ഒരു ഫീലിംഗ്. കാരണം നോയിസ് ഒക്കെ നല്ല രീതിയിൽ റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഏതായിരുന്നാലും ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ റിയൽമിയോട് തന്നെ ചോദിച്ചിട്ടുണ്ട് ട്വിറ്ററിൽ. അപ്പോൾ അവർ റിപ്ലൈ തരുവാണെങ്കിൽ, ഈ വീഡിയോ ഇടുന്നതിന് മുമ്പ് റിപ്ലൈ തരുവാണെങ്കിൽ ഇവിടെ അതിൻ്റെ സ്ക്രീൻഷോട്ട് കൊടുക്കും. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നോയിസ് ക്യാൻസലേഷൻ വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ അതിനെക്കുറിച്ച് 100% എനിക്ക് ഉറപ്പില്ല എന്ന് പറയേണ്ടി വരും. തീർച്ചയായിട്ടും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വേണ്ടൊരു കാര്യമാണ് ഈ നോയിസ് ക്യാൻസലേഷൻ മൈക്ക് അല്ലെങ്കിൽ സെക്കൻഡറി മൈക്ക്. ഓക്കെ, ഇനി ഫോണിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് പോയാൽ നമുക്ക് സിം ട്രേ കാണാൻ സാധിക്കും. സിം ട്രേയെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോഴുള്ള ഒരുവിധം ഫോണുകളിലൊക്കെ കണ്ടുവരുന്ന രീതിയിൽ തന്നെ ട്രിപ്പിൾ സ്ലോട്ടാണ്. അത് അറ്റ് എ ടൈമിൽ നമുക്ക് 2 സിമ്മും ഒരു മെമ്മറി കാർഡും ഇത് 3 ഒരുമിച്ച് ഉപയോഗിക്കാൻ സാധിക്കുന്ന രീതിയിലാണ്. പിന്നെ ഇതിന് താഴെയായിട്ട് നമുക്കൊരു വോളിയം അപ്പ് ആൻഡ് ഡൗൺ ബട്ടൺ കാണാൻ സാധിക്കും. പിന്നെ സൈഡ് പാനലൊക്കെ പ്ലാസ്റ്റിക് ആണ്, മൊത്തത്തിൽ പ്ലാസ്റ്റിക് ആണ് വരുന്നത്. ഇനി ഫോണിൻ്റെ റൈറ്റ് സൈഡിൽ പോയാൽ നമുക്ക് പവർ ബട്ടൺ, അതായത് ഫോൺ ഓൺ ഓഫ് ബട്ടൺ അല്ലെങ്കിൽ സ്ക്രീൻ ഓൺ ഓഫ് ബട്ടൺ കാണാൻ സാധിക്കും. മാത്രമല്ല ഈ പവർ ബട്ടനോട് കൂടെ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഫിംഗർ പ്രിൻറ്റ് സെൻസർ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ ഫോണിനെ നമ്മൾ അടുത്ത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി അടുത്തായിട്ട് നമുക്ക് ഇതിനോട് കൂടെ കിട്ടുന്ന ബാക്ക് കവർ ഇതിൽ എത്രത്തോളം ഫിറ്റ് ആണ്, എത്രത്തോളം നല്ല രീതിയിൽ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട് എന്ന കാര്യത്തിലേക്ക് വരാം. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഞാൻ ആദ്യം തന്നെ നോക്കിയത് ഇതിൻ്റെ ക്യാമറ മൊഡ്യൂൾ, ക്യാമറ ഹമ്പ് എത്രത്തോളം പ്രൊട്ടക്ഷൻ കൊടുക്കുന്നു എന്നാണ്. വളരെ നല്ല രീതിയിൽ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്. നമുക്കറിയാം റിയൽമി ഫോണുകൾ പൊതുവെ അതിനോട് കൂടെ കൊടുക്കുന്ന ബാക്ക് കവർ അതിന് എല്ലാ തരത്തിലുള്ള നല്ല രീതിയിലുള്ള പ്രൊട്ടക്ഷൻ കൊടുക്കാറുണ്ട്. അതേ രീതിയിൽ തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, നല്ല കാര്യം തന്നെയാണ്. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ പോർട്ടുകളും കാര്യങ്ങളെക്കുറിച്ചൊക്കെ നോക്കുമ്പോൾ നല്ല രീതിയിൽ നമുക്ക് ഫിറ്റായിട്ടാണ് വരുന്നത്. എല്ലാം നല്ല കറക്റ്റായിട്ട് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ട് കോർണറെല്ലാം കുറച്ച് റൈസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ ഫോൺ ഫ്രണ്ട് അടിച്ച് വീണാലും ഫോണിന് അത്രത്തോളം പരിക്കൊന്നും പറ്റാത്ത രീതിയിലാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ബാക്ക് കവറിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് ഈ ഫോൺ ഞാൻ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു ഫോൺ കിട്ടിയാൽ നമുക്ക് അൺലോക്കിംഗ് എങ്ങനെയുണ്ട് എന്നാണ് നമുക്ക് അറിയേണ്ടത്. അൺലോക്കിംഗ് എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം തന്നെ ഫിംഗർ പ്രിൻറ്റ് സെൻസറിനെ കുറിച്ച് പറയാം. ഫിംഗർ പ്രിൻറ്റ് സെൻസർ സൈഡ് മൗണ്ടഡ് ആണ്, അതായത് ബട്ടണോട് ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിന് മുമ്പ് ഈ ഒരു സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഞാൻ പോക്കോ X2ലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അത് അത്രത്തോളം ഒരു കൺവീനിയൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയില്ലായിരുന്നു. കാരണം ചില ടൈമിലൊന്നും അത് വർക്ക് ചെയ്യില്ല. അതുപോലെ തന്നെ കുറച്ച് ഏരിയ മാത്രമേ നമ്മുടെ ഫിംഗർ അത് സ്കാൻ ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ടൊക്കെയുള്ള ചെറുതായിട്ടുള്ളൊരു പ്രശ്നങ്ങളൊക്കെ അനുഭവപ്പെട്ടിരുന്നു. അതേ ഒരു രീതിയിലായിരിക്കും എന്നുള്ള രീതിയിലൊക്കെയാണ് ഞാനിവിടെ വന്നത്. പക്ഷെ വളരെ നല്ല രീതിയിൽ ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. ഭയങ്കരമായിട്ട് റെസ്പോൺസീവാണ്. നമ്മളൊന്ന് വിരൽ വെക്കുന്ന ആ ഒരു ടൈമിൽ തന്നെ ഇത് അൺലോക്ക് ചെയ്ത് വരുന്നുണ്ട്. പിന്നെ ഈ ഒരു സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സെൻസറിനെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാടാണ്, ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ നല്ല യൂസ്ഫുൾ ആണ്. കാരണം നമ്മൾ സ്വാഭാവികമായിട്ട് ഫിംഗർ വെക്കുന്ന അവിടെയാണ് ഇതിൻ്റെ ഒരു മൗണ്ട്. നമ്മൾ ഏതായാലും പവർ ബട്ടണിൽ പ്രസ് ചെയ്യാൻ വേണ്ടി ഇവിടെ വിരൽ വെച്ച് ശീലിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വളരെ കൺവീനിയൻ്റ് ആണ്. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എല്ലായ്പ്പോഴും ഇങ്ങനെ ആയിരിക്കില്ല ഫിംഗർ അല്ലെങ്കിൽ ഫോൺ പിടിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും, ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും, ചിലപ്പോൾ അങ്ങനെ പല ടൈപ്പിലും നമ്മൾ വെക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് വിരൽ ഇതിൽ സ്കാൻ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. എന്നിട്ട് പോലും ഞാൻ അങ്ങനെ സെറ്റ് ചെയ്തിട്ട് പോലും വളരെ നല്ല രീതിയിൽ ഇത് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നല്ല കാര്യമാണ്. അപ്പോൾ വളരെ നല്ല റെസ്പോൺസീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിൻ്റെ ഒരു ഞാൻ പറയുകയാണെങ്കിൽ ഇത് ഓവർ റെസ്പോൺസീവ് ആയ പോലെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് നമ്മളൊന്ന് ഫോണിൽ നിന്ന് നമ്മുടെ ഒരു വിരൽ അതിൻ്റെ അടുത്തിലൂടെ പോയാൽ മതി, അപ്പോഴേക്കും അത് അൺലോക്ക് ചെയ്യുന്ന പോലെയാണ്. അതായത് ഒരുപാട് ആവശ്യമില്ലാതെ അൺലോക്ക് ചെയ്യുന്ന ഒരു അവസ്ഥ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഓവർ റെസ്പോൺസീവ് എന്ന് പറയാൻ കാരണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഫിംഗർ പ്രിൻറ്റ് സെൻസർ വളരെ അടിപൊളി എന്ന് തന്നെ പറയാൻ സാധിക്കും. പിന്നെ അടുത്തായിട്ട് നമുക്ക് ഫേസ് അൺലോക്കിനെ കുറിച്ച് പറയാം.
ഫേസ് അൺലോക്കിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ വളരെ ഫാസ്റ്റായിട്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. റിയൽമി 7i കണ്ടുവന്ന ആ ഒരു പ്രശ്നമൊന്നുമില്ല. കുറച്ചൊരു ചില ടൈമിലൊന്നും വർക്ക് ചെയ്യാത്ത പ്രശ്നമൊന്നും അനുഭവപ്പെടുന്നില്ല. ഓക്കെ, ഇനി അടുത്തായിട്ട് നമുക്ക് ഫോൺ അൺലോക്ക് ചെയ്തിട്ട് ഫസ്റ്റ് എങ്ങനെയാണ് ഇതിൻ്റെ സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെ ഉള്ളതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഫോൺ ഓണാക്കി ഫസ്റ്റ് ഈ ഒരു സോഫ്റ്റ്വെയറിനകത്തേക്ക് കിടക്കുകയാണ്. റിയൽമി യൂസർ ഇൻ്റർഫേസ് ആണ് റിയൽമി ഫോണുകളെല്ലാം വരുന്നത്. അപ്പോൾ ഒരുപാട് പ്ലോട്ട് വൈസ് ഉണ്ടായിരുന്നു മുമ്പൊക്കെ, പക്ഷേ ഇപ്പോൾ ഒരുപാട് പ്ലോട്ട് വൈസ് കുറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം ഒരുപാട് റിയൽമി ഫോണുകൾ നമ്മൾ അൺബോക്സ് ചെയ്തപ്പോൾ ഉള്ള അതൊരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ നമുക്ക് ആവശ്യമില്ലാത്ത പ്ലോട്ട് വൈസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അത് അൺഇൻസ്റ്റാൾ ചെയ്യാനും പറ്റും. നല്ല കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ റിയൽമിയുടെ കുറേ ആപ്ലിക്കേഷൻസും വരുന്നുണ്ട്. അതും നമുക്ക് ഒരുവിധമൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. ഓക്കെ, അത്യാവശ്യം കുറച്ചൊക്കെ ക്ലീൻ ആയി വരുന്നു. ഒരുപാട് ഇനിയും ക്ലീൻ ആകട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഏതായിരുന്നാലും ഇതിൻ്റെ സെറ്റിങ്സിൽ എബൌട്ട് ഫോണിൽ പോയി നോക്കാം. അങ്ങനെ പോയി നോക്കുമ്പോൾ ആദ്യം തന്നെ റിയൽമി 7 എന്ന് ഡിവൈസ് നെയിം കൊടുത്തേക്കുന്നത് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ റിയൽമി UI വേർഷൻ 1 ആണ്, ആൻഡ്രോയിഡ് 10 ആണ്. അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആൻഡ്രോയിഡ് സെക്യൂരിറ്റി പാച്ച് ജൂലൈ ആണ്, പക്ഷേ അത് അപ്പായിരുന്നു. 2-3 ദിവസം ആയപ്പോഴേക്ക് അപ്ഡേറ്റ് വന്നു. ഇപ്പോൾ ഉള്ളത് സെപ്റ്റംബർ സെക്യൂരിറ്റി അപ്ഡേറ്റ് ആണ് ഇതിലുള്ളത്. ഓക്കെ, അടുത്തായിട്ട് പ്രൊസസ്സർ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടില്ല. ഏതായാലും മീഡിയാടെക്കിൻ്റെ G95 എന്നുള്ള ഒരു പ്രൊസസ്സറാണ്. ഈ പ്രൊസസ്സറിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് 2 പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കോറുകളാണുള്ളത്. അതായത് കോട്ടക്സ് A76 ബേസ്ഡ് ആയിട്ടുള്ള മാക്സിമം 2.05 GHz സ്പീഡ് തരുന്ന ഒരു കോറുകൾ, 2 കോറുകളാണുള്ളത് പെർഫോമൻസിന് വേണ്ടിയിട്ട്. അതായത് കോട്ടക്സ് A76 ബേസ്ഡ് കോറുകൾ ഉപയോഗിച്ച് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് തീർച്ചയായിട്ടും പറയാം നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, ഇനി അടുത്തായിട്ട് ഇതിൽ ബാക്കിയുള്ള 6 കോറുകളാണുള്ളത്. അത് പവർ എഫിഷ്യൻറ്റ് ടാസ്കുകൾക്കാണ്. അതായത് കോട്ടക്സ് A55 ബേസ്ഡ് ആയിട്ടുള്ള കോറുകളാണ്. ഇത് മാക്സിമം 2 GHz സ്പീഡിൽ വരെയാണ് വർക്ക് ചെയ്യുക. അപ്പോൾ അങ്ങനത്തെ രീതിയിലാണ്. അതായത് പ്രൊസസ്സർ കോൺഫിഗറേഷൻ നമ്മൾ നോക്കുമ്പോൾ ഓൾമോസ്റ്റ് G90T എന്നുള്ള നമുക്ക് റെഡ്മി നോട്ട് 8 Pro അതേപോലെ തന്നെ റിയൽമി 6 എന്നുള്ള ഫോണുകളിലൊക്കെ കണ്ടുവരുന്ന അതേ ഒരു പ്രൊസസ്സറിൻ്റെ ഒരു കോൺഫിഗറേഷനാണ് വന്നിട്ടുള്ളത്. പക്ഷേ മീഡിയാടെക് പറയുന്നത് ഏകദേശം G90Tയേക്കാളും G95ലേക്ക് വരുമ്പോൾ നമുക്ക് 5% CPU ബൂസ്റ്റ് കിട്ടും, CPU പെർഫോമൻസ് കൂടും. അതേപോലെ തന്നെ GPU ഗ്രാഫിക്സ് പെർഫോമൻസ് നമുക്ക് 8% കൂടും എന്നാണ്. ഏതായിരുന്നാലും ഇതിലെ ഗ്രാഫിക്സ് എന്ന് പറയുന്നത് മാലി G76 MC4 എന്നുള്ളതാണ്. ഓൾമോസ്റ്റ് സെയിം ആണ് G90T വെച്ചൊക്കെ നോക്കുമ്പോൾ. പക്ഷേ കുറച്ച് അപ്ഡേറ്റഡ് പ്രൊസസ്സർ ആകുമ്പോൾ അതിനുള്ളൊരു അപ്ഗ്രേഡേഷൻ ഉണ്ട് എന്നാണ് മീഡിയാടെക് അവകാശപ്പെടുന്നത്. ഏതായിരുന്നാലും ഈ പ്രൊസസ്സർ എങ്ങനെയുണ്ട്, ഈ ഹീറ്റിംഗ് ഉണ്ടോ എന്നുള്ള കാര്യമൊക്കെ കൂടുതലായിട്ട് ഇതിൻ്റെ ഫുൾ റിവ്യൂ വരുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ സാധിക്കും. ഓക്കെ, ഇനി അടുത്തായിട്ട് എബൌട്ട് ഫോണിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 6GB RAM ആണ് ഇതിനോട് കൂടെ വരുന്നത്. അതുപോലെ തന്നെ 64GB ഇൻറ്റേർണൽ മെമ്മറിയിൽ ഏകദേശം 51.6GB നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം വെച്ചാൽ ഈ ഒരു ഇൻറ്റേർണൽ മെമ്മറി UFS 2.1 ആണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യും. പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ കാരണമാകുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് എബൌട്ട് ഫോണിൽ നമുക്കുള്ളത്. ഇനി അടുത്തായിട്ട് ഞാൻ ഇതിൽ ക്യാമറ ആപ്ലിക്കേഷൻ കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. ഓൾമോസ്റ്റ് എല്ലാം റിയൽമി ഫോണുകളെ പോലെ തന്നെയാണ്. ഏതായിരുന്നാലും സോണിയുടെ സെൻസറൊക്കെയാണ് ഫ്രണ്ടിലും ബാക്കിലൊക്കെ മെയിനായിട്ട് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിലെ സാമ്പിൾ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഇതിലെടുത്ത കുറച്ച് പിക്ചേഴ്സും അതേപോലെ തന്നെ വീഡിയോ സാമ്പിളിലേക്ക് നമുക്ക് പോകാം. ഇപ്പോൾ ഞാൻ റിയൽമി 7ൻ്റെ ബാക്ക് ക്യാമറ ഉപയോഗിച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വോയിസും ഇതിൽ നിന്ന് തന്നെയുള്ള വോയിസാണ്. നല്ല രീതിയിൽ സ്റ്റെബിലൈസ്ഡ് ആണ്. കാരണം വ്യൂ ഫൈൻഡറിൽ തന്നെ അത് വളരെ നല്ല രീതിയിൽ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഓക്കെ, ഓട്ടോ ഫോക്കസ് എങ്ങനെയുണ്ട് നോക്കാം. ഫാസ്റ്റായിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിത് പാനും ചെയ്ത് നോക്കാം. അപ്പോൾ
ഫോക്കസ് ഹണ്ടിങ് അല്ലെങ്കിൽ സ്റ്റട്ടറിങ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇത് റിയൽമി 7ൻ്റെ വൈഡ് ആംഗിൾ ക്യാമറ ഉപയോഗിച്ചിട്ടുള്ള ഒരു വീഡിയോ സാമ്പിളാണ്. വോയിസും ഇതിൽ നിന്ന് തന്നെയുള്ള വോയിസാണ്. നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല രീതിയിൽ സ്റ്റെബിലൈസ്ഡ് ആണ്. വ്യൂ ഫൈൻഡറിൽ നോക്കുമ്പോൾ ശരിക്കും എങ്ങനെ ഉണ്ടെന്ന് കണ്ടാൽ തന്നെ അറിയണം. നല്ല സ്റ്റെബിലൈസ്ഡ് ആണ് എന്ന് തോന്നുന്നു. ഇത് റിയൽമി 7ൻ്റെ ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ചിട്ടുള്ള ഒരു വീഡിയോ സാമ്പിളാണ്. നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫോൺ കയ്യിൽ പിടിച്ചിട്ടാണ് ഉള്ളത്. ഓക്കെ, എങ്ങനെയുണ്ട് സ്റ്റെബിലൈസ്ഡ് അല്ല എന്നാണ് മനസ്സിലാകുന്നത്. അത്യാവശ്യം ഷേക്കിങ് വ്യൂ ഫൈൻഡറിൽ കാണുന്നുണ്ട്. എന്തായിരുന്നാലും ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു സാമ്പിള്. അപ്പോൾ ഏതായിരുന്നാലും നിങ്ങളിവിടെ ക്യാമറ സാമ്പിൾ കണ്ടു. അപ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഇതിൻ്റെ ഒറിജിനൽ ക്വാളിറ്റി ഫയൽ ഞാൻ ക്ലൗഡിലേക്ക് ഇടുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിൽ പോയിട്ട് ഇതിൻ്റെ ഒറിജിനൽ ക്വാളിറ്റി ചെക്ക് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് വീഡിയോയിലൂടെ സാമ്പിൾ കണ്ടെന്ന് വിചാരിച്ച് ഇതിൻ്റെ ക്വാളിറ്റി എത്ര ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ കൊടുക്കുന്നത്. നമുക്ക് പിന്നെ ക്യാമറയെ കുറിച്ച് മറ്റൊരു കാര്യം വെച്ചാൽ ക്യാമറ ടു API ഇതിൽ സപ്പോർട്ടാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് തേർഡ് പാർട്ടി ക്യാമറ ആപ്ലിക്കേഷൻ, ഗൂഗിൾ ക്യാമറ, അതുപോലെ തന്നെ ഓപ്പൺ ക്യാമറ, ഇങ്ങനത്തെ ക്യാമറ ആപ്ലിക്കേഷനൊക്കെ വളരെ നല്ല രീതിയിൽ ഇതിൽ സപ്പോർട്ട് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഇതിലെ സെൻസേഴ്സ് കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ നോക്കുമ്പോൾ എല്ലാ ബേസിക് സെൻസേഴ്സും നോർമൽ ഈ റേഞ്ചിലുള്ള റിയൽമി, റെഡ്മി ഫോണുകളെ പോലെ തന്നെ ഇതിലും അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് ഡിസ്പ്ലേയെ കുറിച്ച് പറയുമ്പോൾ വൈഡ് വൈൻ L1 സപ്പോർട്ട് ഉണ്ടോ എന്ന് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ വൈഡ് വൈൻ L1 സപ്പോർട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ പലർക്കും അറിയില്ല ഈ വൈഡ് വൈൻ L1 സപ്പോർട്ട് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് L1 സപ്പോർട്ട് ഉണ്ട് എങ്കിൽ നമുക്ക് നമ്മളുടെ ഫോണിൽ HD വീഡിയോ സ്ട്രീമിംഗ് പോസിബിൾ ആവും എന്നുള്ളതാണ്. അതായത് യൂട്യൂബ് അങ്ങനത്തെ രീതിയിലല്ല. നമുക്കറിയാം ആമസോൺ പ്രൈം, അതുപോലെ തന്നെ നെറ്റ്ഫ്ലിക്സ്, ഇങ്ങനത്തെ വീഡിയോ സ്ട്രീമിംഗ് ആപ്ലിക്കേഷനിലെല്ലാം L1 സപ്പോർട്ട് ഉണ്ടെങ്കിൽ അതിൽ HD കണ്ടന്റ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അത് ഈ ഫോണിനുണ്ട്. പക്ഷേ ചില ഫോണുകളൊന്നും L1 സർട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിലും നമുക്ക് HD സ്ട്രീമിങ്ങിൽ ഇങ്ങനത്തെ ആമസോൺ പ്രൈമിലോ അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സിലോ ഒന്നും പ്ലേ ചെയ്യാൻ പറ്റാറില്ല. ഏതായിരുന്നാലും ഞാനിവിടെ ആമസോൺ പ്രൈം വീഡിയോയിൽ ചെക്ക് ചെയ്ത് നോക്കി. അപ്പോൾ സെറ്റിംഗ്സിൽ പോയപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി മാറ്റാനുള്ളത് നോക്കിയപ്പോൾ HD ക്വാളിറ്റിയിലും നമുക്ക് പ്ലേ ചെയ്യാനുള്ള ഓപ്ഷൻ സെറ്റിംഗ്സിൽ അത്രയും ക്വാളിറ്റിയിലേക്ക് നമുക്ക് മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും HD കണ്ടന്റ് ഇവിടെ നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റും. അതായത് ഇതിൽ L1 സർട്ടിഫിക്കേഷൻ ഉള്ളത് കൊണ്ട് മാത്രമാണ് അത് നമുക്ക് പോസിബിൾ ആകുന്നത്. വളരെ നല്ല കാര്യമാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് വൈഡ് വൺ L1 സർട്ടിഫിക്കേഷനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ഞാൻ ഡിസ്പ്ലേ ഉപയോഗിച്ച് നോക്കി, പുറത്തൊക്കെ ഉപയോഗിച്ച് നോക്കി. അത്യാവശ്യം നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ഒക്കെ തന്നെയാണ്. കാര്യമായിട്ട് പ്രശ്നമൊന്നും അനുഭവപ്പെട്ടില്ല. നല്ലൊരു രീതിയിൽ തന്നെയാണ് ഇവിടെയൊക്കെ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ ഫോണിനെ കുറിച്ച് ഓവറോൾ ഞാൻ ഈ 3 ദിവസം ഉപയോഗിച്ച ഒരു എക്സ്പീരിയൻസ് പറയുമ്പോൾ. ഏതായിരുന്നാലും കുറച്ച് ദിവസം കൂടി ഞാൻ ഈ ഫോൺ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ഫുൾ റിവ്യൂ, അതായത് മെച്ചങ്ങൾ, പോരായ്മകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഫുൾ റിവ്യൂ ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ ഫോണ് 64 മെഗാ പിക്സൽ ക്യാമറയാണ് വരുന്നത്, ഇതിൻ്റെ മെയിൻ ക്യാമറ. ഇതേപോലെ തന്നെ നമുക്കറിയാം റിയൽമി 7iലും വരുന്നത്. അപ്പോൾ ഈ ഒരു ക്യാമറയും ആ ഒരു ക്യാമറയും, രണ്ട് ക്യാമറ സെൻസറും മാറ്റമുണ്ട്. ഒമ്നി വിഷൻ്റെ ക്യാമറ സെൻസറാണ് 7iൽ വരുന്നത്. അപ്പോൾ ഈ രണ്ട് ഫോണും തമ്മിൽ ക്യാമറ പെർഫോമൻസിൽ എങ്ങനെയുണ്ട്, നമ്മൾ ക്യാമറ നോക്കി വരുമ്പോൾ ഇതെടുക്കണം അതെടുക്കണം എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് അറിയണമെങ്കിൽ ഇത് രണ്ടും തമ്മിലുള്ള ക്യാമറ ടെസ്റ്റ് ചെയ്യണം. അതിൻ്റെ ഒരു വീഡിയോയും വൈകാതെ വരുന്നുണ്ട്. അപ്പോൾ കൺക്ലൂഷനായിട്ട് ഈ 3 ദിവസം ഉപയോഗിച്ച ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുകയാണെങ്കിൽ 15,000 രൂപയ്ക്ക് കിട്ടാൻ പറ്റുന്ന ബെസ്റ്റ് ഫോണുകളിൽ ഒന്നാണ് ഈ റിയൽമി 7 എന്നുള്ള ഫോൺ എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ നിങ്ങളിവിടെ പുതിയതാണെങ്കിൽ ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസും കണ്ടു നോക്കുക. ആ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായിട്ടും അൻസിസ് വ്യൂസ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.